പത്തരമാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിയും നവ്യയും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കനകയോടും ഗോവിന്ദനോടും നന്ദുവിനോടും ഒക്കെ യാത്ര പറഞ്ഞ് അവരിറങ്ങുവാണ്. ഈ സമയം ഇറങ്ങുന്നതിന് മുമ്പ് അഭി പറയണേ, എനിക്കറിയാം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന്. പക്ഷേ അമ്മയും അച്ഛനും നന്ദുവും ആരും വിഷമിക്കേണ്ട. ഞങ്ങളിനി വ്രതം തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദർശേട്ടനെയും നയനയെടുത്തിയുടെ ഒപ്പം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. 1-2 ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ച് താമസിക്കുകയും പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയും ചെയ്യും. എന്താ സന്തോഷമില്ലേ? അതേക്കുമ്പോൾ നവ്യക്കും കനകക്കും ഗോവിന്ദനും നന്ദുവിനും എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുവാണ്. അന്നേരം നവ്യ പറയണേ, അഭി സത്യം പറയാലോ, ഞാൻ ഒത്തിരി സന്തോഷിച്ച ദിവസവും ഇന്ന്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും നീ ഇന്ന് സാധിച്ചു തന്നത്. അന്നേരം അഭി പറയണേ, നിൻ്റെ ഇതുപോലുള്ള എല്ലാ ആഗ്രഹങ്ങളും ഇനി ഞാൻ സാധിച്ചു തരും. എന്തുണ്ടെങ്കിലും മടിക്കാതെ എന്നോട് പറഞ്ഞാൽ മതി. ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുഞ്ഞിൻ്റെ സന്തോഷത്തിനും കൂടി വേണ്ടിയാ. അങ്ങനെ നവ്യ അഭിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഈ സമയം അഭി പറയണേ, എടി ഇന്നത്തോടെ നിൻ്റെ ആ കുഞ്ഞില്ലാണ്ടാവും. അതോടെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് നിന്നെ പടിയിറക്കി വിടാനും പറ്റും. നിൻ്റെ ഈ അഹങ്കാരമൊക്കെ ഇന്നത്തോടെ തീരുവടി എന്നൊക്കെ പറഞ്ഞ് അഭി മനസ്സിലിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന അഭിനെയും നവ്യനെയാണ് കേട്ടോ. അങ്ങനെ നവ്യ ഒത്തിരി സന്തോഷത്തോടെ നയനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നയന വീട്ടിൽ ചെന്ന വിശേഷങ്ങളൊക്കെ ചോദിക്കുവാണ്. അന്നേരം നവ്യ ആണെങ്കിൽ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. നവ്യ പറയണേ, സത്യം പറയാലോ നയനെ, അഭിയുടെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒത്തിരി സന്തോഷമായി. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു അഭി മാറിയിരുന്നെങ്കിലെന്ന്. ആദർശേട്ടൻ നിന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അതുപോലെ അഭിയിൽ നിന്നും അതിൻ്റെ ഒരംശമെങ്കിലും സ്നേഹം എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഈ സമയത്തായിരിക്കും അനാമികയും അമ്മയും അങ്ങോട്ടേക്ക് വരുന്നത്. ഓ, വലിയ സന്തോഷത്തിലാണല്ലോ. അന്നേരം നവ്യ പറഞ്ഞേ, അതെടി സന്തോഷത്തിൽ തന്നെയാണ്. എൻ്റെ ഭർത്താവെ എന്നെ സ്നേഹിച്ചു തുടങ്ങി. എന്നെ കൂട്ടി എൻ്റെ വീട്ടിൽ പോയി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനും തുടങ്ങി. നീ ഇപ്പോഴും അനിയുമായിട്ട് പൊറിഞ്ഞ വഴക്കല്ലേ? എനിക്കിപ്പോഴും നിന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതെ, നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട. മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാതെ ഇനിയെങ്കിലും നിനക്ക് നിൻ്റെ സ്വന്തം കുടുംബജീവിതം ശരിയാക്കിയെടുത്തൂടെ? അല്ലെങ്കിലും നിന്നെപ്പോലെ ഒരു അഹങ്കാരി അല്ലായിരുന്നു അനിയുടെ ഭാര്യയായിട്ട് വരേണ്ടിയിരുന്നത്. അവൻ്റെ കഷ്ടകാലം അല്ലാതെ എന്ത് പറയാനാ? അതേക്കുമ്പോൾ അനാമികൾക്ക് അങ്ങ് ദേഷ്യം വരുക. അറിയാടി, നിനക്കൊന്നും ഞാനിവിടെ മരുമകളായിട്ട് വന്നതും എന്നെ ഇവിടെയുള്ള എല്ലാവരും സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിൻ്റെ ആ അനിയത്തിയെ ഇവിടുത്തെ മരുമകളാക്കി കയറ്റാനായിരുന്നില്ലേ നിങ്ങളുടെ ഉദ്ദേശം? അത് ഞാൻ വന്നതോടെ നടന്നില്ല. അതിൻ്റെ ചൊരിക്കല്ലേടി നിനക്ക് എന്നോട്? അതേടി, അത് തന്നെയാ. നീ അങ്ങനെ വിചാരിച്ചിരിക്കുന്നെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. നിന്നോട് സംസാരിച്ച് ഇന്നത്തെ എൻ്റെ മൂഡ് കളയാനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞ് നവ്യ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ നയന നവ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം അനാമികയും രേവതിയും കൂടി പമ്മി അടുക്കളേൻ്റെ അവിടെ വന്ന് മറിഞ്ഞു നിന്ന് നോക്കുക. അന്നേരം രേവതി പറയണേ, മോളെ അവളിത് ചേച്ചിക്കുള്ള പാല് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഈ പൊടി അവളുടെ കണ്ണിൽപ്പെടാതെ എങ്ങനെയെങ്കിലും ആ പാല് മിക്സ് ചെയ്യണം. അതിനാദ്യം അവൾ ഇവിടുന്ന് മാറ്റണം. അതെ, അതിനിപ്പോൾ എന്താ ചെയ്യുക? ഒരു വഴിയുണ്ട്. അങ്ങനെ നയന പാലെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പഞ്ചസാരയൊക്കെ അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നയനയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. അങ്ങനെ നയന കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോകുവാണ്. നയന പോയ ആ ഒരു തക്കത്തിന് തന്നെ അനാമിക അകത്ത് കയറി ആ പാലിൽ അച്ഛൻ കൊടുത്തുവിട്ട ആ വിഷപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം നയനയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക രേവതി തന്നെ മറ്റൊരു നമ്പറിൽ നിന്നായിരിക്കും. അങ്ങനെ നയനയുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ രേവതി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് അനാമിക പൊടിയൊക്കെ ചേർത്ത് അവിടെ നിന്നും പുറത്തിറങ്ങുവാണ്. അങ്ങനെ അമ്മയ്ക്ക് സിമ്പൽ കൊടുക്കുമ്പോഴേക്കും രേവതി അപ്പം തന്നെ റോങ് നമ്പർ എന്ന് പറഞ്ഞ് കോൾ കട്ടാക്കുവാണ്. ഈ സമയം നയനയാണെങ്കിൽ ഇതാരാ? എന്തേലും ആവട്ടെ അങ്ങനെ പറഞ്ഞ് ഫോൺ അവിടെ വെച്ചിട്ട് അടുക്കളയിൽ വന്ന് ആ പാലൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് റൂമിലേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും. ഇതേ സമയം ദേവേനയുടെ റൂമിലാണെങ്കിൽ ദേവേനയ്ക്ക് വല്ലാത്ത തലവേദന. അന്നേരം ചെയ്യാൻ പറയണേ, നീ കുറച്ച് നേരം ഒന്ന് കിടന്നൊന്ന് എണീറ്റ് കഴിയുമ്പോഴേക്കും നിൻ്റെ വേദനയൊക്കെ മാറും. അന്നേരം ദേവേന് പറയണേ, ഞാൻ കുറേ നേരം ഉറങ്ങാൻ ശ്രമിക്കുന്നു, പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല. ഒരു കാര്യം ചെയ്യ്, ഞാനൊരു ഗ്ലാസ് പാലെടുത്തുകൊണ്ട് വരാം. പാല് കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരും. അങ്ങനെ ചെയ്യാൻ പുറത്തേക്ക് പോകുമ്പോഴായിരിക്കും കേട്ടോ പാലുമായിട്ട് നയന നവ്യയുടെ റൂമിലേക്ക് പോകുന്നത് കാണുന്നത്. അത് കാണുമ്പോഴേക്കും ചെയ്യാൻ പറയണേ, മോളെ ഈ പാലിറക്കാം. ഇത് നവ്യേച്ചിക്കാ. അല്ല, അച്ഛനിപ്പോൾ എങ്ങോട്ടാ? ഞാൻ അടുക്കളയിൽ പോയി ദേവിയാനിക്കൊരു ഗ്ലാസ് പാലെടുക്കാനാ. അയ്യോ, അമ്മയ്ക്ക് എന്തു പറ്റി? അത് പിന്നെ ദേവിയാനിക്ക് വല്ലാത്ത തലവേദന, കണ്ണടച്ചിട്ടാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ലെന്ന്. പാല് കുടിച്ചാൽ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ, അത് കാരണം പാലെടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ വന്നത്.
അന്നേരം നയന പറയണേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ ഈ പാൽ അമ്മക്ക് കൊടുത്തോ, ഞാൻ ചേച്ചിക്ക് വേറെ പാലെടുത്തോളാം. അല്ല മോളെ, മോളിത് നവ്യക്ക് വേണ്ടി എടുത്തല്ലേ, ഇത് നവ്യക്ക് കൊടുത്തോ. അത് സാരയില്ല അച്ഛാ, അച്ഛനിത് പിടിച്ചേ, എന്നിട്ട് അമ്മക്ക് കൊണ്ടുപോയി കൊടുക്ക്, ഞാൻ വേറെ പാലെടുത്തുകൊണ്ട് വരാം. അങ്ങനെ പറഞ്ഞ് നയന അടുക്കളയിൽ ചെന്ന് നവ്യക്ക് കൊടുക്കാനായിട്ട് വേറൊരു പാലെടുക്കുവാണ്. ഇതേ സമയം ജയനാണെങ്കിൽ നയന കൊടുത്തുവിട്ട ആ പാല് ദേവയാനിക്ക് കൊടുക്കുവാണ് കേട്ടോ. ദേവയാനി, ഈ പാല് കുടിക്ക്, ഇത് കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. അങ്ങനെ ദേവയാനി ആ പൊടിച്ചേർത്ത പാല് മുഴുവൻ കുടിക്കുവാണ്. ഇതേ സമയം അനാമികയും രവതിയും നയന പാലുമായിട്ട് നവ്യയുടെ റൂമിൽ വരുന്നതും കാത്ത് നവ്യയുടെ റൂമിൻ്റെ അരികിൽ തന്നെ മറഞ്ഞു നിൽക്കുമായിരിക്കും കേട്ടോ. ഈ സമയത്ത് നയന പാലുമായിട്ട് അവിടെ എത്തുവാണ്. അങ്ങനെ ആ പാല് നവ്യയുടെ കൈ കൊടുക്കുവാണ്. നവ്യ അത് മുഴുവനും കുടിക്കുന്നത് അവർ കാണുവാണ് കേട്ടോ. അങ്ങനെ അത് കണ്ട് അമ്മയും മോള് സന്തോഷിച്ച് നിൽക്കുവാണ്. എന്നിട്ട് രവതി പറയണേ, അവൾ ആ പാല് മുഴുവൻ കുടിച്ചു. അങ്ങനെ അനിയത്തിയുടെ കൈ കൊണ്ട് തന്നെ ചേച്ചിയുടെ കുഞ്ഞിപ്പം നഷ്ടമാകാൻ പോകുക. ഇനി അധിക സമയം എടുക്കാതെ തന്നെ അവൾ വേദന എടുത്ത് പുളയും. നമുക്ക് മനോഹരമായ കാഴ്ച കണ്ട് ആസ്വദിച്ച് നിൽക്കാം. അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടും നവ്യയുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഒച്ചയൊന്നും വരാതെ ഇരിക്കുവാണ് കേട്ടോ. ഈ സമയം അനാമിക പറയണേ, അമ്മേ 10-20 മിനിറ്റ് ആയല്ലോ, ഇതുവരെ അനക്കൊന്നുമില്ലല്ലോ, അവൾക്കിനി ഈ മരുന്ന് ഏറ്റില്ല. അച്ഛൻ പറഞ്ഞത് 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങുമെന്നല്ലേ, എന്നിട്ട് അവൾക്കിപ്പോൾ ഒരു കുലുക്കോ ഇല്ലല്ലോ. ഇതേ കണ്ടില്ലേ പയർ പോലെ എഴുന്നേറ്റിരിക്കുന്നത്. മോളെ, നീ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യ്, നമുക്ക് നോക്കാം. ഇതേ സമയത്ത് തന്നെ താഴത്ത് ദേവയാനിയുടെ നിലവിളി കേൾക്കുവാണ് കേട്ടോ. ഈ സമയം എല്ലാവരും ദേവയാനിയുടെ റൂമിലേക്ക് ഓടി ചെല്ലുവാണ്. അന്നേരം ദേവയാനിയാണെങ്കിൽ വേദന എടുത്ത് പുളയുക. ജയേട്ടാ, എനിക്ക് പറ്റുന്നില്ല, വേദന സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ശരീരമാകം വേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് ദേവയാനി അലറുവാണ്. ഈ സമയം ആദർശും നയനയും അനാമികയും എല്ലാവരും ഓടിയെത്തുക. എന്താ അമ്മേ, എന്താ പെട്ടെന്ന് പറ്റിയത്, നമുക്ക് അമ്മയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് ദേവയാനിയും കുട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുവാണ്. ഈ സമയത്ത് നവ്യക്കാണെങ്കിൽ ഒരു കുഴപ്പവും കാണുന്നില്ല. അന്നേരം അനാമിക അമ്മയെ സംശയിക്കുക. അല്ല, പാല് കുടിച്ചതാ നവ്യല്ലേ, എന്നിട്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല. ദേവയാനിക്കാണെങ്കിൽ എന്താ പറ്റിയത്, ഇനി എന്തെങ്കിലും അബദ്ധം പറ്റി കാണുമോ അമ്മേ? അന്നേരം അമ്മ പറയണേ, എന്തബദ്ധം പറ്റാൻ, നയന ആ പാല് കൊണ്ടുവന്ന് നവ്യയുടെ കൈ കൊടുക്കുന്നത് നമ്മൾ കണ്ടതല്ലേ, പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചത്? പക്ഷെ ഒന്നും അങ്ങ് മനസ്സിലാവുന്നില്ലല്ലോ. ഇതേ സമയം ഹോസ്പിറ്റലിൽ ICU കിടക്കുവാണ് കേട്ടോ ദേവയാനി. അങ്ങനെ ഡോക്ടേഴ്സ് എല്ലാം ദേവയാനിയെ പരിശോധിക്കുവാണ്. ദേവയാനിയുടെ അവസ്ഥ കുറച്ച് ഗുരുതരമാണെന്നാണ് കേട്ടോ ഡോക്ടേഴ്സ് പറയുന്നത്. അങ്ങനെ അതെല്ലാം കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുവാണ് ആദർശവും അച്ഛനും അനിയും നയനയും എല്ലാവരും. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.